ഹലോ, സുഹാനിയുടെ കുക്കിംഗ് ചാനലിലേക്ക് എല്ലാവർക്കും വെൽക്കം കേട്ടോ. ഇന്നേ നല്ല ഫ്രഷ് ആയിട്ടുള്ള കുറച്ച് കോവയ്ക്ക കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതുകൊണ്ട് ഒരു വെറൈറ്റി ഫ്രൈ എങ്ങനെ ചെയ്യാന്നുള്ളത് നമുക്ക് നോക്കാം കേട്ടോ. ഇതിൽ കുറച്ച് പഴുത്ത കോവയ്ക്ക ഉണ്ട്. മാക്സിമം നല്ല പച്ച നിറത്തിലുള്ള കോവയ്ക്ക ഉപയോഗിക്കാൻ നോക്കുക കേട്ടോ. അപ്പോൾ ഇതിന് വേണ്ട മസാല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പറയാം. ആദ്യം ഒരു 2 ടീസ്പൂൺ 2.5 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1 ടീസ്പൂൺ ഉപ്പ്, 1 ടീസ്പൂൺ പെപ്പർ പൗഡർ, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഇനി അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ കായപ്പൊടി കേട്ടോ. പിന്നെ അതിലേക്ക് ആവശ്യമായിട്ട് വേണ്ടത് ഒരു 1.5 ടേബിൾ സ്പൂൺ അരിപ്പൊടി കേട്ടോ. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് പിടിപ്പിക്കണം. ഇതിലേക്ക് ഞാനിത് വേറൊരു ബൗളിലേക്ക് ആക്കുന്നുണ്ട്. മുളക് പൊടി കുറച്ചുകൂടി കൂടുതൽ ആവശ്യം ഉള്ളവർ ചേർക്കാം കേട്ടോ. കാശ്മീരി മുളക് പൊടി യൂസ് ചെയ്യുന്നതാണ് നല്ലത്. അപ്പോൾ എരിവ് കുറയും, കളറ് നന്നായിട്ട് ഉണ്ടാവുകയും ചെയ്യും. ഞാനിതിലധികം വെള്ളം ചേർത്തിട്ടില്ല കേട്ടോ. ഈ കോവയ്ക്കയിലുള്ള ചെറിയ ജലാംശത്തിൽ തന്നെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഇത് നമുക്ക് ഓയിലിലേക്ക് ഒന്ന് ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ. കേട്ടോ. അരിപ്പൊടിയൊക്കെ മിക്സ് ചെയ്യുന്നതുകൊണ്ട് നല്ല ക്രിസ്പി ആയിട്ടുള്ള ഒരു കോവയ്ക്ക ഫ്രൈ ആയിട്ടാണ് ഇത് കിട്ടുക. മറ്റേത് കോവയ്ക്ക നമ്മൾ തോരൻ ഉപ്പേരിയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് കുഴഞ്ഞുകൊണ്ടിരിക്കും. ഇത് നല്ല കരുമുരാണ് കഴിക്കാൻ പറ്റുന്ന പാകത്തിൽ കിട്ടും കേട്ടോ. വെളിച്ചെണ്ണ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഇത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മൾ കോവയ്ക്ക ഇട്ടതിന് ശേഷം 1 മിനിറ്റിന് ശേഷം ഇത് ഇളക്കി കൊടുത്താൽ മതി കേട്ടോ. അല്ലെങ്കിൽ അതിൻ്റെ മസാല മുഴുവൻ എണ്ണയിൽ സ്പ്രെഡാവും. 1 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇത് കുറേ മുരിഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്കിതിലെ ഒരു പാത്രത്തിലേക്ക് മാറ്റാം കേട്ടോ.
ഇനി നമുക്ക് ഇതേ എണ്ണയിലേക്ക് അരിഞ്ഞു വെച്ച പച്ചമുളക് ഇട്ടൊന്ന് വറുത്തെടുക്കാം കേട്ടോ. ഇതിൻ്റെ കൂടെ കുറച്ച് കറിവേപ്പില കൂടി. ഇത് നന്നായി മൊരിഞ്ഞ് വരുമ്പോൾ ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കുക. കോവയ്ക്കയുടെ കൂടെ ഗാർണിഷിങ്ങിനായിട്ട് നമുക്കിത് ഉപയോഗിക്കാം കേട്ടോ.